രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 15-നാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൂടി ചേരുന്നു. ഉമേഷ്, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകൂർ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. 15-ാം തീയതിയാണ് ഇനിയും ഹർജി പരിഗണിക്കുക. എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട്. ഈ മാസം 15-നാണ് ജാമ്യ ഹർജി പരിഗണിക്കുക എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എന്താണ് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്? അറസ്റ്റ് തടയരുതെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി കൂടി നിലവിൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഈ വിശദമായി വാദം കേൾക്കണമെന്നാണോ? മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ പരിഗണിക്കുന്നില്ല, 15-ാം തീയതി പരിഗണിക്കുമെന്നാണോ? എന്താണ് വിവരങ്ങൾ? അതെ സിജു, ഈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം ഈ മാസം 15-ന് കേൾക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ അതുവരെ അറസ്റ്റ് തടയണം, ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകുന്നവരെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ്, അങ്ങനെയെങ്കിൽ 15-നാണ് ഈ ജാമ്യ ഹർജി ഇനി പരിഗണിക്കുക, അതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് താൽക്കാലികമായ ആശ്വാസമാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നു. ഈ മാസം 15-ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് 32-ാമത്തെ ഇനമായിട്ടാണ് ഈ കേസ് പരിഗണിക്കാനിരുന്നത്. പക്ഷേ മുതിർന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അഭിഭാഷകൻ ഹാജരായ സമയത്ത് കോടതി ആദ്യ കേസായി തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജി 10:15 തന്നെ ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിൽ പിന്നീട് വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. ആ സാഹചര്യത്തിലാണ് അങ്ങനെയെങ്കിൽ അറസ്റ്റ് തടയണം, അതുവരെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് അത് പരിഗണിച്ചുകൊണ്ട് ഈ മാസം 15-ന് ഇനി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി ഇപ്പോൾ കോടതി തടഞ്ഞിരിക്കുന്നത്. സിജു, ഉമേഷ്, ഈ നിലവിൽ ഒറ്റ കാര്യം മാത്രമാണ് ആശ്വാസമെന്ന് ഒരുപക്ഷെ പറഞ്ഞെങ്കിൽ പോലും താൽക്കാലികമായി അറസ്റ്റ് തടയുക, അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ഹർജിയിൽ, അതായത് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം തള്ളിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ കൃത്യമായി തന്നെ ബലാത്സംഗം നടത്തിയിട്ടുണ്ട്, ആസൂത്രിതമായി തന്നെ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഗർഭചിത്ര ഗുളികകൾ അടക്കം നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തത്. നിലവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങൾ അവസാനിച്ചോ? എന്താണ് വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? ഇന്നത്തെ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ അവസാനിച്ചു. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1 മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഉണ്ടായ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഈ കോടതി ഈ ഹർജി പരിഗണിച്ചു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വാദം പറയാനുണ്ട് എന്ന് കോടതി അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ അത് 15-ാം തീയതി പരിഗണിക്കാം, 15-ാം തീയതി വിശദമായ വാദം കേൾക്കാം എന്ന് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതുവരെ അറസ്റ്റ് തടയണം, അങ്ങനെയെങ്കിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ 15-ാം തീയതി ഈ ഹർജി പരിഗണിക്കുന്നതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് അത് പരിഗണിച്ചുകൊണ്ട് കോടതി അങ്ങനെയാണെങ്കിൽ അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കാരണം 15-ാം തീയതി വരെ ഒരുപക്ഷെ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകില്ല. പക്ഷേ അതിനർത്ഥം രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നുള്ളതല്ല. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇനി വിശദമായ വാദം കേൾക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദിക്കും. അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ ശക്തമായ വാദങ്ങൾ, ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അതിശക്തമായ വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. ആ വാദം എല്ലാം കണക്കിലെടുത്ത ശേഷം മാത്രമേ അന്തിമമായൊരു തീർപ്പിലേക്ക് ഹൈക്കോടതിക്ക് പോകാൻ കഴിയുള്ളൂ. ആ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ മാത്രമേ രാഹുലിന് ആശ്വാസം എന്ന്, പൂർണ്ണ ആശ്വാസം എന്ന് പറയാനാവും. ഇപ്പോൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. 15-ാം തീയതി വരെ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനർത്ഥം രാഹുലിന് എന്നേക്കുമായി മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റ് വലിയ ഇളവുകൾ രാഹുലിന് ലഭിച്ചു എന്നോ അർത്ഥമില്ല. കാരണം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലടക്കം നമ്മൾ ഈ പ്രോസിക്യൂഷൻ്റെ വിശദമായ വാദം കേട്ടതാണ്. രാഹുലിനെതിരെയുള്ള തെളിവുകൾ എണ്ണി പ്രോസിക്യൂട്ടർ
കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചതാണ്. അത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തതാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അതിന് 15-ാം തീയതി വരെ കാത്തിരിക്കണം. 15-ാം തീയതിയും സമാനമായ രീതിയിൽ എന്തുകൊണ്ട് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, അറസ്റ്റിലേക്ക് പോകണം എന്ന കാര്യം വ്യക്തമാക്കുന്ന തരത്തിൽ ഉള്ള വാദങ്ങൾ 15-ാം തീയതി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായും അതിനെ എതിർത്തുകൊണ്ട് മുൻകൂർ ജാമ്യം ലഭ്യമാക്കണം എന്നൊരാവശ്യം രാഹുലിൻ്റെ അഭിഭാഷകന് മുന്നോട്ട് വയ്ക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കണ്ടതുപോലെ തന്നെ താൻ നിരപരാധിയാണ്, ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, തൻ്റെ വാദങ്ങൾ തെറ്റാണ് എന്ന് സ്ഥിരീകരിച്ചാൽ കീഴടങ്ങാൻ തയ്യാറാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ വാദിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിലും സൂചിപ്പിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പല പിഴവുകളുമുണ്ട്. കോടതി ഈ കൂടുതൽ കേസിൽ പ്രാഥമികമായി തെളിവുകൾ പരിഗണിക്കുക അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമോ എന്നതടക്കം മാത്രമാണ് സാധാരണഗതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നോക്കേണ്ടത്. പക്ഷേ അതിലുപരിയായി കോടതി ഈ തെളിവുകളുടെ സാധുത അടക്കം പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോയി. അതങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ അത് സാധാരണ പതിവില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ അന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഇനി പ്രധാനം. 15-ാം തീയതി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഒക്കെ വിശദമായ വാദം ഹൈക്കോടതിയിൽ ഉണ്ടാവുക. അതുവരെ തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്